ഹായ് മക്കളെ, നമ്മൾ ഇന്ന് വേവ് ഒപ്റ്റിക്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Two coherent point sources S1 and S2 vibrating in phase emit light of wavelength lambda. The separation between them is 2 lambda. The light is collected on a screen placed at a distance capital D greater than lambda from the slit S1 as shown. The minimum distance so that intensity at P is equal to intensity at O is. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മിനിമം ഡിസ്റ്റൻസ് വെയർ ഇന്റൻസിറ്റി അറ്റ് പിയും ഇന്റൻസിറ്റി അറ്റ് ഒയും സെയിം ആയിരിക്കണം. സോ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് S1 ഒന്ന് പിയിലേക്ക് കണക്ട് ചെയ്യാം ആൻഡ് S2 ആ വേവിലേക്ക് കണക്ട് ചെയ്യാം. നമുക്കറിയാം എന്താണ്, S1 നിന്നും S2 നിന്നും രണ്ട് ലൈറ്റ് വേവ്സ് പോകുന്നുണ്ടാവും അല്ലെ, 2 ലൈറ്റ് വേവ്സ് പോകുന്നുണ്ടാവും. ആ ലൈറ്റ് വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പാത്ത് ഡിഫറൻസ് എന്താണ്? നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഡി കോസ് തീറ്റ അല്ലെ. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇവിടെ എന്താണ്? 2 ലാംഡ ആണ് ഡിസ്റ്റൻസ്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 2 ലാംഡ കോസ് തീറ്റ. ദെൻ നമ്മൾ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? പാത്ത് ഡിഫറൻസിന്റെ കോമൺ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ആണ് അല്ലെ. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ, പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ. സോ ആ മിനിമം ഡിസ്റ്റൻസ് നമ്മൾ കേൾക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്? ഫസ്റ്റ് തന്നെ മിനിമം എന്ന് കേൾക്കുമ്പോൾ n ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക. n ഇസ് ഈക്വൽ ടു 1. സോ ആ പോയിന്റിൽ എന്തായിരിക്കും? ഡെൽറ്റ എക്സ് വിൽ ബി ഈക്വൽ ടു ലാംഡ അല്ലെ. ഡെൽറ്റ എക്സ് വിൽ ബി ഈക്വൽ ടു ലാംഡ. ഇനി നമുക്ക് രണ്ട് ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് 2 ലാംഡ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ അല്ലെ. 2 ലാംഡ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ആൻഡ് ലാംഡ കട്ടായി പോയാൽ വി ഗെറ്റ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/2 അല്ലെ. ഇനി സിമ്പിൾ ആണ്, നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ട് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രീസ് ആയിരിക്കും അല്ലെ. സോ തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രീസ് നമുക്ക് കിട്ടും. ആംഗിൾ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രീസ്. ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി അറിയാം. ഈ ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഡി ആയിരിക്കും അല്ലെ. ഡി എന്താണ്? ഡി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റും ഫസ്റ്റ് സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ഡി. സോ എക്സിന്റെ വാല്യൂ ഇവിടുന്ന് എന്ത് കിട്ടും? മിനിമം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ടാൻ തീറ്റ എന്ന് കിട്ടും അല്ലെ. ഡി ഇൻറ്റു ടാൻ തീറ്റ, ടാൻ 60 എന്താണ്? √3 അല്ലെ. ടാൻ 60 വി നോ ഇസ് ഈക്വൽ ടു √3. സോ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു ഡി എന്ന് കിട്ടും അല്ലെ. √3 ഇൻറ്റു ഡി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് നോക്കുകയാണെങ്കിൽ എന്താണ് ഓപ്ഷൻസ്? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് √3d അല്ലേ. സോ വി ഗെറ്റ് ഇവിടെ √3 ഇൻറ്റു ഡി ആണ്, √3d. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ. സോ വി ക്യാൻ മാർക്ക് ഓപ്ഷൻ ബി √3d ആസ് ദ ഫൈനൽ ആൻസർ. താങ്ക് യു.